ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരേ ഒരു വെജിറ്റബിൾ കൊണ്ടൊരു അടിപൊളി കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ നല്ല നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി എളുപ്പത്തിലുള്ളൊരു കറി. അതിനായിട്ടൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. പ്രഷർ കുക്കറിലേക്ക് 1 കപ്പ് പച്ച പപ്പായയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കപ്പളങ്ങ പപ്പായ എന്നൊക്കെ പറയില്ലേ, അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്കൊരു 3 പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/8 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതിനെ ഒരു 3 വിസിൽ വരണ വിധത്തിൽ ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് നന്നായി വെന്തോട്ടെ, അതാണ് ഈ ഒരു കറിക്ക് പാകം. ഒരു 3 വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ പപ്പായ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് ഉടച്ചെടുക്കണം. ഇതിപ്പോൾ ഉടയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കൊഴുപ്പ് കിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു ചേർത്തിട്ടുണ്ട്. ഒരുപാട് ഉടയ്ക്കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉടയ്ക്കണ്ട. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പപ്പായ എന്ന് പോലും ആരും തിരിച്ചറിയും കൂടിയില്ല. പപ്പായ ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കും. അപ്പോൾ നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതേമാതിരി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ്. ഇവിടെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ച് ഇതായിട്ടുണ്ട്, കട്ടിയായിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് കടുക് എടുത്തിട്ടുണ്ട്. കടുകൊന്ന് നന്നായി പൊട്ടി വരുമ്പോൾ ഒരു 1/8 ടീസ്പൂണോളം നമ്മുടെ ഉലുവയാണ് ഇട്ട് കൊടുത്തത്. ഉലുവ പൊട്ടി വരുമ്പോൾ 2 ചുവന്ന മുളകും പിന്നെ ആവശ്യത്തിന് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അപ്പം തന്നെ തീയൊക്കെ നന്നായി കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. ഇനി അതിലേക്കൊരു 1/8 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര മാത്രമേ ഇടുന്നുള്ളൂ. ഇനി അതിനെ ഒന്ന് വളരെ ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിയാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള പപ്പായയുടെ മിക്സും കൂടി ചേർത്തി കൊടുക്കാം. മുളകൊക്കെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളതിനെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ വേണമെങ്കിലും കഴിക്കട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനൊരു പുളിയും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പുളിക്ക് വേണ്ടിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്ന നല്ല കട്ടിയുള്ള തൈരാണ്. അപ്പോൾ ഒരു 1/2 കപ്പോളം കട്ടിയുള്ള തൈര്, നിങ്ങളുടെ പുളിക്ക് ആവശ്യമുള്ള തൈരിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തതിന് ശേഷമാണ് തൈരിട്ട് കൊടുത്തിരിക്കുന്നത്. ഇല്ല എങ്കിൽ തൈര് പിരിഞ്ഞ പോലെ തന്നെ. അപ്പോൾ തൈരിലുള്ള തരിതരിയൊന്നും ഇല്ലാതിരിക്കാൻ ഞാൻ ജസ്റ്റ് ഒരു വിസ്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ പപ്പായ മോര് കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ആകെ ഒരേ ഒരു വെജിറ്റബിൾ ഇതിന് ആവശ്യമുള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ ചെയ്യാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് കൊണ്ട് ഒരു സൂപ്പർ ലഞ്ചിന് പറ്റിയ ഒരു കറി തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ, താങ്ക് യു.